ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. റോസ്റ്റെന്നോ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വെള്ളം വറ്റിച്ച് ചെമ്മീൻ എടുക്കണം. അതിനുശേഷം തേങ്ങ, പിന്നെ തക്കാളിയും പച്ചമുളകും, തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്ത പേസ്റ്റും, പിന്നെ ഒരു വാളം ചുവന്നുള്ളി നന്നായിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. പിന്നെ ചതച്ച മുളകും കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചങ്ങനെയാണ് ചെമ്മീൻ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചുവന്നുള്ളി ഒന്ന് വാടട്ടെ, ഒത്തിരി അങ്ങോട്ട് വാടിപ്പോകണ്ട. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ട് വെച്ചേക്കനെയാണ്. ഇനി ഇതൊന്ന് ഇളക്കിൻ്റെ ഒന്ന് പച്ച മണമൊന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ചതച്ചത് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ശരിക്കും ഉടഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്ര നേരം ഒന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറണ വരെ ഒന്ന് ശരിക്കും ഇളക്കി യോജിപ്പിക്കണം. ഇനി പച്ചക്കുത്ത് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് ശരിക്കും വെള്ളം വറ്റിച്ച് വെച്ച ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ ഈ ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല പുളിയുള്ള തക്കാളിയാണ് നല്ലത്. പുളി കുറവാണെങ്കിൽ വേണ്ടിയുള്ളവർക്ക് ചെറിയൊരു കഷ്ണം കുടംപുളിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ, ഇട്ടില്ലാന്ന് തൊട്ട് കുഴപ്പമൊന്നുമില്ല. തക്കാളിയുടെ പുളി ഇറങ്ങിയാലും മതി. ഇനി ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തേങ്ങ ഇതിനകത്തേക്ക് ഒന്ന് പിടിക്കട്ടെ. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി ശരിക്കും ഒന്ന് ചെമ്മീൻ ഇപ്പോൾ ഒരു കുഴമ്പ് മട്ടിലല്ലേ ഇരിക്കുന്നത്, അതൊന്ന് ഇളകി വിട്ട് വരട്ടെ. നമുക്കിനി ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടുള്ളവർക്ക് ഈ കുരുമുളക് പൊടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ടേസ്റ്റ് ചെമ്മീനിൽ വരുമ്പോൾ നല്ല രുചിയാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ താങ്ക് യു.